എബ്രായ കാനൂനിലെ മൂന്നാം വിഭാഗമായ എഴുത്തുകളിൽ അഥവാ കെത്തൂവിമിൽപ്പെട്ടതാണ് വിലാപങ്ങൾ. മെഗില്ലോത്ത് അഥവാ 5 ചുരുളുകളിൽ മൂന്നാമത്തേതാണ് ഇത്. ആബുമാസം 9 ഉപവാസത്തിൽ സിനഗോഗിലെ പ്രഭാത സന്ധ്യ ആരാധനകളിൽ വിലാപങ്ങൾ പാരായണം ചെയ്യും. BC 587 കൽദയരും AD 70 തീത്തൂസിന്റെ കീഴിൽ റോമാക്കാരും വിശുദ്ധ നഗരം നശിപ്പിച്ചതിന്റെ സ്മാരക ദിനമാണ് ആബുമാസം 9-ാം തീയതി. അയ്യോ എങ്ങനെ എന്നർത്ഥം വരുന്ന യേഹാഹ് ആണ് എബ്രായ പേര്. ഈ പദം കൊണ്ടാണ് എബ്രായയിൽ വിലാപങ്ങൾ ആരംഭിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് യിരെമ്യാവാണ് എഴുത്തുകാരൻ. പ്രവാചകൻ യഹോവയുടെ നീതിയെ വാഴ്ത്തുകയും ഇസ്രായേൽ ജനത്തിന്റെ അതിക്രമത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. അനുതപിക്കുവാൻ അദ്ദേഹം ജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ദുഷ്ടത ഹേതുവായിട്ട് യഹോവ സ്വന്തം ജനത്തെ ഉപേക്ഷിക്കുകയും വിശുദ്ധ മന്ദിരം ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. BC 587 വിശുദ്ധ നഗരത്തിന് നേരിട്ട നാശത്തെക്കുറിച്ച് ദുഃഖിച്ചെഴുതിയ 5 വിലാപ കവിതകളാണ് ഉള്ളടക്കം. ആദ്യത്തെ 2-ലും, അതായത് 1-2 അധ്യായങ്ങൾ വാക്യം തുടങ്ങുന്നത് എബ്രായ അക്ഷരമാലാക്രമത്തിലാണ്. 3-ാമത്തെ അധ്യായത്തിൽ ഓരോ അക്ഷരത്തിലും 3 വാക്യം വീതമുണ്ട്. ഒരേ അക്ഷരം കൊണ്ട് തന്നെയാണ് ഓരോ 3 വാക്യങ്ങളും ആരംഭിക്കുന്നത്. 5-ാമത്തെ ഗീതത്തിന് 22 വാക്യങ്ങളുണ്ടെങ്കിലും അത് അക്ഷരമാലാക്രമത്തിലല്ല. വിലാപഗാനം എന്നതിലേറെ അതൊരു പ്രാർത്ഥനയാണ്. എബ്രായയിൽ പുസ്തകത്തിൻ്റെ പേരിനോടൊപ്പം എഴുത്തുകാരൻ്റെ പേര് ചേർത്തിട്ടില്ല. യെരുശലേമിനെക്കുറിച്ച് യിരെമ്യാവ് ഈ വിലാപം വിലപിച്ചു എന്ന ആമുഖക്കുറിപ്പ് സെപ്റ്റുവജന്റിലുണ്ട്. യിരെമ്യാവിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്ന പല പണ്ഡിതന്മാരുമുണ്ട്. അവരുടെ നിഗമനത്തിൽ പാരമ്പര്യം വിശ്വാസയോഗ്യമല്ല. യിരെമ്യാവിൻ്റെ മറ്റ് രചനകളുമായി തുലനം ചെയ്യുമ്പോൾ ആന്തരികമായ തെളിവും ചരിത്രപരമായ ചില സൂചനകളും യിരെമ്യാവിൻ്റെ കർത്തൃത്വത്തിന് എതിരാണ്. അവരുടെ അഭിപ്രായത്തിൽ പലർ ചേർന്നെഴുതിയതാണ് വിലാപങ്ങൾ. ഈ പുസ്തകത്തിന് അന്തിമ രൂപം നൽകിയത് ബാരൂക്കാണെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ യിരെമ്യാവിൻ്റെ കർത്തൃത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കർത്താവായി ചൂണ്ടിക്കാണിക്കപ്പെടാവുന്ന ഒരു സമകാലീന വ്യക്തിയില്ല. യിരെമ്യാവാണ് എഴുത്തുകാരനെന്ന് ദീർഘകാലമായി നിലനിന്നു പോരുന്ന പാരമ്പര്യം ഒരു അടിസ്ഥാനവുമില്ലാതെ ഉണ്ടായതാവാൻ ഇടയില്ല. പദസഞ്ചയത്തിലെ വ്യത്യാസം അടിസ്ഥാനമാക്കിയുള്ള വാദം നിലനിൽപ്പുള്ളതല്ല. ഈ പാരമ്പര്യമാകട്ടെ ഗ്രീക്ക് വിവർത്തനത്തിൻ്റെ കാലം മുതൽ നിലനിന്നു വരുന്നതാണ്. വൾഗേറ്റ്, യോനാഥാൻ്റെ തർഗൂം, സഭാപിതാക്കന്മാർ എന്നിങ്ങനെ സാക്ഷികളുടെ പിൻബലം പാരമ്പര്യത്തിനുണ്ട്. വിലാപങ്ങളിലെ വർണ്ണന ഒരു ദൃക്സാക്ഷിയുടേതാണ്. BC 587 ദുരന്തത്തിന് എഴുത്തുകാരൻ സാക്ഷിയായിരുന്നുവെന്ന് 2-4 അധ്യായങ്ങൾ സൂചിപ്പിക്കുന്നു. പുസ്തകത്തിൻ്റെ ശേഷിച്ച ഭാഗം പ്രവാസത്തിൻ്റെ ആരംഭകാലത്ത് ബാബിലോണിൽ വെച്ച് എഴുതിയതായിരിക്കാം. യിരെമ്യാ പ്രവാചകന്റെ വികാരനിർഭരമായ ഹൃദയമാണ് വിലാപങ്ങളിൽ തുടിക്കുന്നത്.